സംസ്ഥാനത്തിന്റെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രധാനമന്ത്രിക്ക് വളരെ സംതൃപ്തിയാണുള്ളത്. അദ്ദേഹത്തിന്റെ ശരീരഭാഷകളും പ്രതികരണങ്ങളിൽ നിന്നും മെഡിക്കൽ സംഘത്തിന് അത് ബോധ്യമായി എന്ന കാര്യം കൂടി അവർ പങ്കുവെക്കുകയാണ്. അത് തീർച്ചയായും ഈ ഘട്ടത്തിൽ അടിവരയിടേണ്ടതാണ്, പ്രാധാന്യം നൽകേണ്ടത് കൂടിയാണ് ആ മെഡിക്കൽ സംഘത്തിന്റെ ആ വാക്കുകൾ. അനൂപ് കെ ആർ. തീർച്ചയായും അജീബ് ഷാദ്, ആ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് എന്നാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് ഈ ക്യാമ്പിലെ മെഡിക്കൽ ഡ്യൂട്ടി നടത്തുന്നവരാണ് അവരെ ഡോക്ടർ ചാർലി ഉൾപ്പെടെയുള്ളവർ. അവരോട് അദ്ദേഹം പറഞ്ഞത് ഈ ക്യാമ്പിൻ്റെ നല്ല ഒരു അതിൻ്റെ പരിപാലനം സംബന്ധിച്ചുള്ള സംതൃപ്തിയാണ്. ഏതായാലും തുടർ തീരുമാനങ്ങൾ അദ്ദേഹത്തിന് ഈ അവസ്ഥകൾ സാഹചര്യങ്ങൾ മനസ്സിലായതിനു ശേഷം അദ്ദേഹം സ്വീകരിക്കുമെന്നാണ് അവരും ഒരു പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിക്ക് ഈ സ്ഥലം നേരിട്ട് കണ്ടും അതോടൊപ്പം ഈ ക്യാമ്പുകളിലെത്തിയും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ഒരു ധാരണ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അത് സംബന്ധിച്ചുള്ള തുടർ തീരുമാനങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഈ ക്യാമ്പിൽ മേപ്പാടി സെൻറ്റ് ജോസഫ് ക്യാമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നാണ് പ്രധാനമന്ത്രി അല്പസമയം മുൻപ് വിംസ് ആശുപത്രിയിലേക്ക് പോയത്. വിംസ് ആശുപത്രിയിൽ നിന്ന് പിന്നീട് കൽപ്പറ്റയിലേക്കും പോകും. കൽപ്പറ്റയിൽ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. സമയക്രമീകരണത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. 3 മണിക്ക് അദ്ദേഹം മടങ്ങേണ്ടതാണ്. എന്നാൽ അല്പസമയം നീണ്ടുപോയി. അതുകൊണ്ട് തന്നെ വിംസ് മെഡിക്കൽ കോളേജ് സന്ദർശനം ഒഴിവാക്കുമെന്നൊരു സൂചനയുണ്ടായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹം പോയി. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുൾപ്പെടെ അദ്ദേഹം കാണും എന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ്. അദ്ദേഹം കാണും. ഇപ്പോൾ ഈ ക്യാമ്പിൽ പ്രത്യേകം ആളുകളെ ഈ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിരുന്നു. അവിടെ ഓരോരുത്തരെയും ഓരോ വിഭാഗത്തിലും ഉള്ള ആളുകളെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. ഒപ്പം മുഖ്യമന്ത്രിയും. ഏതായാലും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിൽ ഇനി നമുക്ക് ഈ ദുരന്ത ബാധിത സ്ഥലങ്ങളെ പുനരുജ്ജീവിക്കുന്നതിനും അവരെ പുനരധിവസിപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികളിൽ കേന്ദ്ര സർക്കാരിൻ്റെ തീർത്തും അനുഭാവത്തോടു കൂടിയുള്ള സമീപനമാണ്. ഏതായാലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം കൽപ്പറ്റയിൽ യോഗത്തിൽ പങ്കെടുക്കാനെത്തും. അതുമാത്രമല്ല, ഈ പ്രധാനമന്ത്രി ഈ അനുഭാവപൂർവ്വം തന്നെ, അതായത് ഈ ദുരന്തത്തിൻ്റെ ആഘാതം ഇപ്പോൾ ഇന്നലെയൊക്കെ സന്ദർശിച്ച കേന്ദ്ര സംഘത്തിനൊക്കെ അത് കൃത്യമായി ബോധ്യമാക്കാൻ സംസ്ഥാനത്തിനായി എന്നുള്ളതാണ് മന്ത്രിസഭാ ഉപസമിതി, ഇതിനുവേണ്ടി പ്രത്യേകം ഏർപ്പാടാക്കിയിട്ടുള്ള മന്ത്രിസഭാ ഉപസമിതി പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് ഇപ്പോൾ ഈ ആശുപത്രിയിലടക്കമുള്ള സന്ദർശനം അതൊരു പക്ഷേ കാര്യങ്ങളുടെ ഗൗരവം, ആ സംഭവ സ്ഥലത്തടക്കം പോയത്, അതിലൊക്കെ കാര്യങ്ങളുടെ ഗൗരവം പ്രധാനമന്ത്രിക്ക് ബോധ്യമാക്കാൻ കഴിഞ്ഞു എന്ന് മെഡിക്കൽ സംഘം കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. തീർച്ചയായും അജീബ് ഷാദ്, നമുക്ക് ഈ മറ്റുള്ള ഈ പ്രധാനമന്ത്രി കണ്ടിട്ടുള്ള ആളുകളുടെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. അതിൽ നമുക്ക് അവിടേക്ക് പോകേണ്ടതുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിക്ക് ഈ കാര്യങ്ങളിൽ സംബന്ധിച്ചുള്ള വ്യക്തത ഈ മേഖല നേരത്തെ അനൂപ് ചില സാങ്കേതിക തടസ്സം കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായില്ലായിരുന്നു. മുണ്ടക്കൈയിലുള്ള ആ സ്വദേശി, അതായത് മുണ്ടക്കൈ സ്വദേശി, അതായത് അദ്ദേഹം പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംസാരിച്ചതാണ്. അദ്ദേഹത്തിന് മൈക്ക് കൊടുത്തിട്ട് അദ്ദേഹം ഉണ്ടോ ഇപ്പോൾ അടുത്ത്? ഉണ്ടെങ്കിൽ അദ്ദേഹത്തോടു കൂടി ഒന്ന് പോകാം. അദ്ദേഹം ഇവിടുന്ന് മടങ്ങിയിരിക്കുന്നു. നമുക്ക് ഏതായാലും ക്യാമ്പിലേക്ക് പോകേണ്ടതുണ്ട്. പ്രധാനമന്ത്രി നേരിൽ കണ്ട പ്രധാനമന്ത്രിയെ ഈ വിവരങ്ങൾ ധരിപ്പിച്ച ആളുകളെ കണ്ട് അവരോട് സംസാരിക്കേണ്ടതുണ്ട്. പക്ഷേ ഏതായാലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം വിംസ് മെഡിക്കൽ കോളേജിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് പുറപ്പെടും. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ഇതിനുശേഷമാണ് അദ്ദേഹം കൽപ്പറ്റയിലേക്ക് പോവുക. കൽപ്പറ്റയിലെ അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ആ യോഗം റദ്ദാക്കിയേക്കും എന്ന്, പ്രധാനമന്ത്രി പങ്കെടുക്കില്ല എന്നാണ് ഒരുപക്ഷെ അറിയാനാകുന്നത്. അനൂപ്, അതേ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? തിയോഫിനിലേക്ക് കൂടി പോകാം. തിയോഫിൻ നിൽക്കുന്ന സ്ഥലത്തു കൂടിയാണ് കൽപ്പറ്റയിലേക്ക് പ്രധാനമന്ത്രി പോകുന്നത്. അജിംഷാദ്, തീർച്ചയായും ഇതിലെയാണ് കടന്നു പോകേണ്ടത്. നമ്മൾ ആ റോഡിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ക്യാമറയിൽ വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ വഴിയിലൂടെയാണ് കടന്നു പോകേണ്ടത്. ഇപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായി ADGPയുടെ വാഹനം ഇതിലെ കടന്നു പോയിരുന്നു. പൈലറ്റ് വാഹനം ആദ്യം അതിനു മുൻപ് 1-2 തവണ പോലീസ് സുരക്ഷാ പരിശോധന എല്ലാം കൃത്യമാണോ എന്ന് നോക്കിപ്പോയിട്ടുണ്ട്. അല്പസമയത്തിനകം വാഹനവ്യൂഹം ഇതിലെ കടന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസ് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്തായാലും യോഗത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ മടങ്ങാനാണെങ്കിൽ പോലും ഇതിലെയാണ് കടന്നു വരേണ്ടത്. ഷെഡ്യൂൾ പ്രകാരം ഇതിലെയാണ് വാഹനങ്ങൾ കടന്നു വരേണ്ടത്. ഏതാനും നിമിഷങ്ങൾക്കകം വാഹനവ്യൂഹം ഇതിലെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു വളരെ പ്രതീക്ഷയുടെ ഒരു മണിക്കൂറുകളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. വയനാട്ടിലെ ജനത കാത്തിരിക്കുന്നത്. വലിയ പ്രതീക്ഷ ഇതിനായി ഉണ്ട്.
പ്രധാനമന്ത്രിയെ വയനാട്ടിൽ തന്നെ എത്തിച്ച് ഈ ദുരന്തഭൂമി നേരിട്ട് കാണാനും എത്രത്തോളം ആണ് ഈ ദുരന്തം ജനതയെ ബാധിച്ചിട്ടുള്ളത്, വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഭൂമിയിലെ മുണ്ടക്കൈയിലെയും ചൂരൽമലയെയും ഒക്കെ ജനങ്ങളെ എത്രത്തോളം ഇത് ബാധിച്ചു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അത് സർക്കാർ സംവിധാനങ്ങളും മന്ത്രിയും മുഖ്യമന്ത്രിയും ഗവർണറും എല്ലാം ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഇത് എല്ലാം വളരെ കൃത്യമായി പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ചു കൊടുക്കാൻ ഹെലികോപ്റ്ററിലൂടെ അദ്ദേഹത്തിന് ആദ്യം ദുരന്ത ഭൂമി കാണാനൊരു അവസരമൊരുക്കി. ഹെലികോപ്റ്ററിനുള്ളിൽ വെച്ച് തന്നെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇതിനെല്ലാം വിശദീകരിച്ചു നൽകി, എത്രത്തോളം ഇത് ജനങ്ങളെ ബാധിച്ചു എന്നത്. അതിനുശേഷമാണ് ഈ റോഡിലൂടെ ചൂരൽമലയിലേക്ക് പോയത്. ഈ ദുരന്ത ഭൂമി ബെയിലി പാലത്തിന് സമീപത്തും ചെന്ന് അദ്ദേഹം അത് നേരിട്ട് കണ്ടു. ആ ബെയിലി പാലത്തിൽ കൂടി നടന്ന് നമ്മൾ നേരത്തെ നമുക്കറിയാം ആ ദുരന്തം വല്ലാതെ ബാധിച്ച സ്കൂൾ റോഡിലേക്ക് പോയി വിദ്യാർത്ഥികളുടെ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ ബാധിച്ചത് എന്ന് ജനങ്ങളോട് അന്വേഷിക്കുകയും ചെയ്തത്. അതെല്ലാം ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരും വിശദീകരിച്ചു നൽകി. അതിനുശേഷം അവിടെ നിന്ന് മടങ്ങി ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും പേരെ, കാരണം മുഴുവൻ പേരെയും കണ്ട് സംസാരിക്കുക എന്നത് പ്രായോഗികമല്ല എന്നതുകൊണ്ട് തന്നെ ഏതാനും പേരെ തിരഞ്ഞെടുത്തിരുന്നു. അവരോട് നേരിട്ട് പ്രധാനമന്ത്രി തങ്ങളുടെ അനുഭവങ്ങൾ എന്താണ് എന്ന് ചോദിച്ചറിയുകയും ചെയ്തു. തുടർന്ന് അതിനുശേഷം ഈ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന, സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന രോഗികളെ സന്ദർശിച്ചു. കാരണം ഈ ദുരന്തത്തിൽ നിന്ന് പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടവരാണവർ. അവരോടും തങ്ങളുടെ അനുഭവങ്ങൾ, അങ്ങനെ എത്രത്തോളം ഈ ദുരന്തം ഈ ജനതയെ ബാധിച്ചിട്ടുണ്ട് ശാരീരികമായും മാനസികമായും, അതുപോലെ കാർഷിക മേഖലയിലും വിദ്യാലയത്തെയും ഒക്കെ അത് കുട്ടികളെയും എങ്ങനെ ബാധിച്ചു, എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ട് എന്ന് നേരിട്ട് കാണാനുള്ളൊരു അവസരമൊരുക്കി. അത് വിശദീകരിച്ച് നൽകാനും കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും ഗവർണറും ഒക്കെ ചേർന്ന് ഇത് വിശദീകരിച്ച് നൽകാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നത് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തിയെടുക്കാൻ. അതിനുശേഷമാണ് ഇനി ഈ ജനതയെ കൈപിടിച്ചുയർത്താനുള്ള ഈ പുനരധിവാസ പാക്കേജ്, അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അത് ഇന്നത്തെ ഈ ഒരു ഇന്ന് എത്രത്തോളം അത് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ ഈ പുനരധിവാസ പാക്കേജ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു 2300 കോടിയിലധികം രൂപ വരുന്ന ഒരു പാക്കേജാണ് യഥാർത്ഥത്തിൽ സർക്കാർ ഉദ്ദേശിക്കുന്ന ഈ ഒരു പുനരധിവാസ പദ്ധതിക്കായി ആവശ്യമുള്ളത്. ഈ വയനാട്ടിൽ നിന്നും, ഈ ചൂരൽമലയിൽ നിന്നും, മുണ്ടക്കൈയിൽ നിന്നുമൊക്കെ ഇനി കാരണം ആ ഒരു ഭൂമി, ദുരന്ത ഭൂമിയിൽ ഇനി തുടർന്ന് താമസിക്കാൻ കഴിയില്ല